ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഓരോ മനുഷ്യനും ഓരോ തരത്തിലുള്ള കഴിവുകളാണ്. ചിലർക്ക് വരയ്ക്കാനുള്ള കഴിവ്, ചിലർക്ക് പാടാനുള്ള കഴിവ്, ചിലർക്ക് പറയാനുള്ള കഴിവ്, ചിലർക്ക് പലതരത്തിലുള്ള സാധനങ്ങൾ, പ്രതിമകളും പോലെയുള്ളവ നിർമ്മാണത്തിനുള്ള കഴിവ്. ഇങ്ങനെ ഓരോ തരത്തിലാണ് ഓരോരുത്തരുടെയും കഴിവുകൾ. ഈ കഴിവുകൾ എല്ലാം തന്നെ ഈശ്വരദത്തമാണ്, ദൈവദത്തമാണ്, ദൈവത്തിൻ്റേതാണ്. ആ ഒരു ബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. പാടാൻ കഴിവുണ്ടെങ്കിൽ പാടാൻ കഴിയാത്തവരെ കാണുമ്പോൾ അവജ്ഞയോടെ വീക്ഷിക്കുകയും തൻ്റെ കഴിവിനെ അഭിമാനിക്കുകയും തൻ്റെ കഴിവിൽ അഭിമാനിച്ച് അഹങ്കരിക്കുകയും ചെയ്യുന്നു. എന്താ അതുകൊണ്ട് പ്രയോജനം? ആ കഴിവ് ഈശ്വരൻ തന്നതല്ലേ? ശബ്ദമൊന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് പാട്ടാണ്? വിരലുകൾ ഒന്ന് തളർന്നു പോയാൽ പിന്നെ എന്ത് ചിത്രം വരെയാണ്? തനിക്കൊന്ന് ചലിക്കണമെങ്കിൽ, ഒന്ന് അനങ്ങണമെങ്കിൽ ഈ ശരീരത്തെ ആ സർവേശ്വരൻ ചലിപ്പിക്കണ്ടേ? ഈ ഒരു ബോധമാണ് നമുക്ക് വേണ്ടത്. എന്താ കവിത്വത്തെ കൊണ്ടോ മനമേ, എന്താ പ്രസംഗിച്ചു ലോകം ജയിച്ചാൽ, സന്താപം തീരണാമെങ്കിൽ മനമേ, ചിന്ത അടക്കി നീ സത്തിൽ ലയിക്കൂ. ഇതാണ് വേണ്ടത്. എന്താ കവിത്വത്തെ കൊണ്ടോ മനമേ. കവിത എഴുതാനുള്ള നല്ല കഴിവുണ്ട്. എന്താ അതുകൊണ്ട് പ്രയോജനം? എന്താ പ്രസംഗിച്ചു ലോകം ജയിച്ചാൽ, നല്ല പ്രാസംഗികനായി മാറിയത് കൊണ്ട് എന്താണ് പ്രയോജനം? സന്താപം തീരണമെങ്കിൽ മനമേ, നിന്റെ ദുഃഖം നശിക്കണമെങ്കിൽ പ്രസംഗിച്ചത് കൊണ്ടോ, കവിത എഴുതിയത് കൊണ്ടോ, പാട്ട് പാടിയത് കൊണ്ടോ, ചിത്രം വരച്ചത് കൊണ്ടോ, മറ്റ് കഴിവുകൾ ഉള്ളതുകൊണ്ടോ ഒരാളുടെ ദുഃഖം ശമിക്കണം എന്നില്ല. ദുഃഖം ശമിക്കണമെങ്കിൽ മനസ്സ് വിഷയങ്ങളുമായുള്ള ബന്ധം ഇല്ലാതെയാവണം. മനസ്സ് വിഷയങ്ങളിലേക്ക് ഒഴുകിയാൽ സുഖദുഃഖങ്ങൾ സുനിശ്ചിതമാണ്. ഒന്നുകിൽ സുഖം, അല്ലെങ്കിൽ ദുഃഖം. അതുമല്ല, സുഖം അനുഭവിച്ചാൽ അതിൻ്റെ പിന്നാലെ ദുഃഖം അകമ്പടി സേവിക്കാൻ എത്തും. കാരണം ആ സുഖം നഷ്ടപ്പെടുമ്പോൾ, ആ വസ്തു നഷ്ടപ്പെടുമ്പോഴോ ദുഃഖമല്ലേ അകമ്പടി സേവിക്കുന്നത്. അതാണ് വിഷയസുഖങ്ങളെല്ലാം പരിമിതങ്ങൾ ആണ് എന്ന് പറയാൻ കാരണം. അതിനാൽ എന്താ കവിത്വത്തെ കൊണ്ടു മനമേ, എന്താ പ്രസംഗിച്ചു ലോകം ജയിച്ചാൽ, സന്താപം തീരണമെങ്കിൽ മനമേ, നിന്റെ ദുഃഖമെല്ലാം തീരണമെങ്കിൽ അല്ലയോ മനസ്സേ, നീ എന്താണ് ചെയ്യേണ്ടത്? ചിന്ത അടക്കി നീ സത്തിൽ ലയിക്കൂ. നിന്റെ ഈ ചിന്തകളെയെല്ലാം അടക്കി സത്തായിരിക്കുന്ന പരമാത്മാവിൽ മനസ്സേ നീ ലയിക്കൂ. അപ്പോൾ നിന്റെ സർവ്വ ദുഃഖങ്ങൾക്കും സമാപ്തമാകും. സർവ്വ ദുഃഖങ്ങളും അതോടുകൂടി ഇല്ലാതെയാകും. അപ്പോൾ ദുഃഖം ഇല്ലാതെയാകണമെങ്കിൽ ഇത്തരം കഴിവുകളെ വർദ്ധിപ്പിക്കുകയല്ല, ആ കഴിവ് ഈശ്വരൻ്റെ ഒരു വിഭൂതിയായിട്ട് നാം അംഗീകരിക്കണം. എല്ലാവർക്കും കവിത എഴുതാൻ സാധിക്കുകയില്ല, എല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല, എല്ലാവർക്കും ചിത്രം വരയ്ക്കാൻ കഴിയില്ല. പക്ഷേ ഭഗവാന്റെ വിഭൂതിയാണ് ഈ കഴിവുകളെല്ലാം. ഈ കഴിവുകൾ അവിടെ നിന്നാണ് തനിക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത് എന്ന ബോധം നമുക്ക് ഉണ്ടാകും. ഏത് ചിത്രകാരനായാലും ഏത് പാട്ടുകാരനായാലും ഒരു പാട്ടുകാരൻ ആ പാട്ടിലൂടെ ദൈവത്തിലെത്തിച്ചേരണം. ദൈവത്തിൻ്റെ വിഭൂതിയാണ് പാടാനുള്ള കഴിവ്. ത്യാഗരാജസ്വാമികൾ വലിയ ശ്രീരാമഭക്തനായിരുന്നു. ആ പാട്ടിലൂടെ അദ്ദേഹം രാമനെ കീർത്തിച്ച് സദാസമയത്തും രാമസ്മരണയിൽ തന്നെ അദ്ദേഹം തൻ്റെ ജീവിതകാലം മുഴുവൻ വിനിയോഗിച്ച് പരമമായ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിച്ചു.
അതുപോലെ നമുക്ക് തന്നിരിക്കുന്ന ഓരോ കഴിവുകളെയും കഴിവില്ലാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തിലില്ല. എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കഴിവുകളുണ്ട്. ആ കഴിവുകളെ നാം ഉപയോഗപ്പെടുത്തി അതിലൂടെ നാം സർവേശ്വരനിൽ എത്തിച്ചേരുകയാണ് വേണ്ടത്. എനിക്ക് കഴിവുകളുണ്ടല്ലോ എന്ന് അഹങ്കരിക്കാതെ ആ കഴിവ് ദൈവം തന്ന ദാനമാണ് എന്ന് ബോധിച്ച് അതിലൂടെ നാം ഈശ്വരനിൽ എത്തിച്ചേരുകയാണ് വേണ്ടത്. എന്താ കവിത്വത്തെ കൊണ്ടു മനമേ, എന്താ പ്രസംഗിച്ചു ലോകം ജയിച്ചാൽ, സന്താപം തീരണമെങ്കിൽ മനമേ ചിന്ത അടക്കി നീ സത്തിൽ ലയിക്കൂ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.